ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ തകർന്നു പോകുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് വിവിധങ്ങളായ ഉത്തരങ്ങൾ നമ്മുടെ അടുത്തുണ്ടാവും. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ മനുഷ്യൻ തളരും. അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അയാൾ പ്രയാസപ്പെടും. സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടാൽ അയാൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നമ്മെ തളർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം തന്നെ തരണം ചെയ്യാൻ ഒരു വഴി അല്ലെങ്കിൽ മറ്റു പല വഴികളും ഒരുപക്ഷെ നമുക്ക് തുറന്നു കിട്ടിയേക്കാം. എന്നാൽ നമ്മുടെ സ്വന്തം മക്കളിൽ നിന്ന് ഉണ്ടാകുന്ന തിരിച്ചടി അത് ഒരാൾക്ക് താങ്ങാനാകാത്തത്ര മാനസിക ആഘാതം അയാളിൽ ഉണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം എരിഞ്ഞു തീരുന്നത് ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നതാണ് അതിനൊരു ഉത്തരം. നാട്ടിലാണെങ്കിൽ രാവും പകലും നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് മാത്രം ഭക്ഷണം ഉണ്ടാവാൻ മാത്രമല്ലല്ലോ, നമ്മുടെ മക്കളെയും കുടുംബത്തെയും അവരുടെ ഭാവിയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ചിലരെങ്കിലും വിദേശത്ത് പോയി അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവിടെ ചെലവഴിക്കേണ്ടി വരുന്നതും ഈ മക്കളെ ഓർത്തുകൊണ്ടാണ്. ചിലരൊക്കെ 10-15 വർഷം വിദേശത്ത് പോയി അധ്വാനിച്ച് തിരിച്ചു വന്ന ശേഷം ഇനി നാട്ടിൽ നിൽക്കുകയാണ് എന്ന് പറയും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ചു പോകും. അപ്പൊ എന്തേ വീണ്ടും പോയി എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ പറയും ഇവിടെ ഒന്നും ശരിയായില്ല, അല്ലെങ്കിലോ ഞാൻ ഉദ്ദേശിച്ച പോലെ എന്റെ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഇനിയും 1-2 കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാകാനുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി പോയി വന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പോകാറുള്ളത്. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവിടെ ചെലവഴിച്ച് അവസാനം രോഗവും അസുഖവും ഒക്കെ ആവുമ്പോഴാണ് ആളുകൾ തിരിച്ചു വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ നല്ലൊരു സമയവും നമ്മുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും നമ്മൾ ചെലവാക്കുന്നത് നമ്മുടെ കുടുംബത്തിനും വിശിഷ്യ നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, അതിന്റെയൊക്കെ ഉടമകളായിട്ട് ഭാവിയിൽ വരാനിരിക്കുന്നത് നമ്മുടെ ഈ മക്കൾ തന്നെയാണ്. പക്ഷെ ആ മക്കൾ തലതിരിഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മൾ എത്രയും കാലത്ത് അധ്വാനമൊക്കെ നമുക്ക് വേസ്റ്റായി മാറുകയാണ്. അതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ മക്കൾ ഒരു നിലക്കും നമുക്ക് നഷ്ടപ്പെടരുത് എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം, നമ്മൾ കഷ്ടപ്പെടുന്നതോടൊപ്പം, അത് ആർക്കു വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് ആ മക്കൾ ഒരു നിലക്കും തന്നെ നമുക്കൊരു പ്രതിസന്ധിയാവുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. റബ്ബനാ ഹബ് ലനാ അസ്വാജ്നാ എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും അതുപോലെ തന്നെ മക്കളിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് കൺകുളിർമയുണ്ടാക്കണം. ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞത്. കൺകുളിർമയുള്ള മക്കൾ, കൺകുളിർമയുള്ള ഭാര്യ അതുണ്ടാക്കണം പടച്ചോനെ, അവര് മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുകയും വേണം എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പ്രവർത്തിക്കും വേണം, പ്രാർത്ഥിക്കും വേണം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കള് ഇന്ന് അകപ്പെടുന്ന പ്രധാനപ്പെട്ട ചതിക്കുഴികളെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ഉത്തമമായ ബോധ്യം വേണം. അപ്പോഴേ നമുക്ക് അത് ശ്രദ്ധിക്കാനും അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. ഇന്ന് മക്കൾ നമുക്കൊരു പ്രതിസന്ധിയാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഇന്നത് പറഞ്ഞാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവരും പല അളവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ലഹരിയുടെ വ്യാപനം. പ്രത്യേകിച്ച് ഈ രാസലഹരി വ്യാപകമായതോടുകൂടി അത് പല അളവിലും പല രീതിയിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, എവിടെ വെച്ചും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കുറച്ചുകൂടെ ഡോസ് കൂടിയതിലേക്ക് പോവുക എന്നല്ലാതെ അതിൽ നിന്ന് തിരിച്ചു പോരാൻ വളരെ സാധ്യത കുറവാണ്. അങ്ങനെ ഈ ലഹരി മനുഷ്യനിലേക്ക് വന്നാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ആളുകൾ തമ്മിൽ തെറ്റാൻ തുടങ്ങും. അതായത് ഏറ്റവും ആദ്യം തെറ്റിയ സ്വന്തം അടുത്ത ആൾക്കാരോടായിരിക്കും, വാപ്പാനോടും ഉമ്മാനോടും കുടുംബങ്ങളോടായിരിക്കും മനുഷ്യൻ തെറ്റുക. പിന്നെ അത് വലിയ ശത്രുതയായിട്ട് വളരും.
പിന്നെ ആരൊക്കെയാണോ അവനെ ഉപദേശിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അവരോടൊക്കെ വിരോധമാകും. അങ്ങനെ എല്ലാവരെയും ആട്ടി അകറ്റി വല്ലാത്ത ഒരു ശത്രുതയും പകയും വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിസ്കാരത്തിൽ നിന്നും പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും ഒക്കെ ആളുകൾ എന്ത് ചെയ്യും? അകന്നകന്ന് പോവുകയാണ് ചെയ്യുക. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. ഇതാണ് ശൈത്താൻ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം പിശാച്ച് മനുഷ്യനെ എങ്ങനെയെങ്കിലും നരകത്തേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പറഞ്ഞതാണ്, ഇന്ന ശൈത്താനുലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. നിശ്ചയമായും ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായി തന്നെ പരിഗണിക്കണം എന്നാണ്. അപ്പൊ ആ പിശാച്ച് മനുഷ്യനെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണെന്ത്? ഈ മദ്യം അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന സാധനം. കാരണം എന്താന്ന് വെച്ചാല് ആ ലഹരിയിലേക്ക് ഒരാളെ തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊണ്ട് എല്ലാ തെറ്റുകളും ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ഇന്നമാ യുരീദു ശൈത്വാൻ, നിശ്ചയമായും പിശാച്ച് ഉദ്ദേശിക്കുന്നത്, ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ? അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങളിൽ വിദ്വേഷവും ശത്രുതയും കോപവും അങ്ങനെ നമ്മളെ തമ്മിൽ തെറ്റിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിലൂടെ? ഫിൽ ഖംറി വൽ മൈസിരി, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും. അത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. സാമ്പത്തികമായ ചൂതാട്ടങ്ങൾ, അതുപോലെ തന്നെ മദ്യം, ലഹരി, ഇത് രണ്ടും ഒരു മനുഷ്യനിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു ഒന്നിച്ചു വർക്ക് ചെയ്യുന്ന സാധനമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് ചൂതാട്ടങ്ങളിലും അതുപോലെ ലോട്ടറികളിലും അതുപോലെയുള്ള കുറുക്കു വഴികളിലൂടെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുമെന്നത് ഒരു പൊതു തത്വമാണ്. അതുകൊണ്ട് അത് രണ്ടിലൂടെയും മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ്. അതിലൂടെ നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നുമൊക്കെ തടയുകയും ചെയ്യും. എന്നിട്ടാണ് അള്ളാഹ് പറയുന്നത്, ഏ മനുഷ്യരെ, നിങ്ങൾക്ക് ഇന്ന് മാറാനായില്ലേ, നിങ്ങൾക്ക് ഇന്ന് വിരമിക്കാനായില്ലേ എന്ന വല്ലാത്ത ഒരു ചോദ്യത്തോടു കൂടിയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സകല തിന്മകളും അതിന്റെ കേന്ദ്രമാണെന്ത്? ലഹരി എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു നോക്കി നിങ്ങൾ, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്, മാതാവാണ്. വ അക്ബറുൽ കബായിർ, വലിയ തെറ്റുമാണ്, തെറ്റുകളുടെ കൂട്ടത്തിൽ വലിയ തെറ്റുമാണ്. മൻ ശരിബഹ, ആരെങ്കിലും അത് ഉപയോഗിച്ചാൽ വഖഅല ഉമ്മിഹി വ അമ്മതിഹി വ ഖാലതിഹി, അവന് ഉമ്മയാണെന്നോ പിതൃ സഹോദരിയാണെന്നോ മാതൃ സഹോദരിയാണെന്നോ ഒന്നും അവന് നോട്ടുണ്ടാവില്ല. അവരെ മേലിലൊക്കെ അവൻ ചാടി വീഴുമെന്നാണ്. അഥവാ അവന്റെ ലൈംഗികമായ ആഗ്രഹങ്ങള്, അതുപോലെ തന്നെ അവന്റെ ശഹ്വത്തുകള്, അതൊന്നും തീർക്കാൻ പിന്നെ അത് ഉമ്മയാണോ ഇളയമയാണോ മൂത്തമ്മയാണോ അനുജനാണോ അല്ലെങ്കിൽ അനുജത്തിയാണോ അല്ലെങ്കിൽ സ്വന്തം മകളാണോ എന്നൊന്നും അയാൾ നോക്കൂല. അത് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തും ചെയ്യും എന്നാണ്. ഇതൊക്കെ നോക്കി നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ വാചകങ്ങൾ അത് വഹയാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണുന്ന കാഴ്ചകളല്ലേ ഈ പറയുന്നതൊക്കെ. സ്വന്തം ഏതൊരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നാണോ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നത്, അതേ ഉമ്മയെ പോയിട്ട് കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊന്ന രംഗങ്ങൾ ഒന്നല്ലല്ലോ നമ്മൾ കേരളത്തിൽ അനുഭവിച്ചത്. അതുപോലെ സ്വന്തം അനുജനെ ആമർ കൊണ്ട് അടിച്ചു കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വളരുന്നതിന് സുപ്രഭാതം കൊണ്ടല്ലല്ലോ. സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കി അതിന്റെ പേരിൽ കോടതി ശിക്ഷിച്ച എത്ര മനുഷ്യന്മാരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ ശൈത്താൻ ഇതിലൂടെ, ഈ മദ്യത്തിലൂടെ മനുഷ്യനെ കൊലപാതകിയാക്കും, അവൻ അഴിമതിക്കാരനാക്കും, അവനെ ശത്രുതയുള്ളവനാക്കും, അവനെ വ്യഭിചാരിയാക്കും, എല്ലാം ആക്കി മാറ്റും. അവസാനം നാടും വീടും കുടുംബവും പുച്ഛിച്ചു തള്ളി ഏതെങ്കിലും ശവം കൊണ്ടുപോയി അടക്കുന്നത് പോലെ അടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മദ്യം മനുഷ്യനെ കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനോ അല്ലെങ്കിൽ ഒരാളോ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ സ്വൈരം പോയി സൂക്ഷിക്കുക. അതൊരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ ചാനലിൽ കണ്ടില്ലേ, ഒരു അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നത്, ഇതാ ഇവിടെ ഒരു കുറ്റവാളിയുണ്ട്,
അവനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകണം. അതാരാ? സ്വന്തം മകനെയാണ് വിളിച്ചു പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവൻ ലഹരി ഉപയോഗിച്ച് വന്ന എനിക്ക് സ്വൈരല്ല, കത്തിയെടുത്ത് തന്നെ കുത്താൻ വരികയാണ്, എനിക്കിവിടെ ജീവിക്കാൻ കഴിയണില്ല, അതുകൊണ്ട് അവൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരമ്മ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറയേണ്ടുന്ന ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതൊരു വീട്ടിലെ ഗതികേടല്ല, പല വീട്ടിൽ നിന്ന് ഇത് പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടൂല, ഇവർക്കൊരു ജോലി ഉണ്ടാവില്ല, കാശ് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോ പിന്നെ എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമാണ്. അതാണ് അവരുടെ സ്വർണം ചോദിക്കുന്നു. അപ്പൊ ആ തിരുവനന്തപുരത്ത് ആ കൊന്ന ചെറുപ്പക്കാരൻ വല്യമ്മാനെ കൊല്ലാണ്ടായ കാരണം എന്താ? മാല ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന സംഭവമാണ്. ഇത് നമ്മളിന്ന് ബാധിക്കൂല എന്നാലും വിചാരിക്കണ്ട. ലഹരിന്റെ അടുത്തു കൂടി പോണ ആരെങ്കിലും പെരയിലുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഇതിലേക്കാണ് എത്തുക. ഒന്നതാണ്. രണ്ടാമത്, ഈ സ്വൈരം നഷ്ടപ്പെടുത്തുന്ന കുട്ടികൾ അകപ്പെടുന്ന ചതിക്കുഴി എന്ന് പറയുന്നത് പ്രണയക്കുരുക്കുകളാണ്. അത് കൂടുതൽ ബാധിക്കുക പെൺകുട്ടികളെയാണ്. ആണും പെണ്ണും ആണ് പ്രണയത്തിൽ അകപ്പെടുക എങ്കിലും ഇത് കേൾക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ പരിക്ക് ഏൽക്കുക പെൺകുട്ടികൾക്കാണ്. ആണുങ്ങൾക്ക് അതിട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ വഴിക്ക് പോകാം. ഒരു പെണ്ണിന് അങ്ങനെയല്ല. ഒരു അവിഹിത ബന്ധത്തിൽ കുടുങ്ങിയാൽ, ഇന്ന് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗ് ഒരു റൂമിന്റെ മുകളിൽ, ഒരു ലോഡ്ജിന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞതാണ്. അപ്പുറത്തെ ഒരു ഓട ഒഴുകി പോകുന്നുണ്ട്, അതിലേക്കാണ് അത് എറിഞ്ഞത്. പക്ഷെ അവിടെ വന്ന് വീണത് റോട്ടിലാണ്. അപ്പൊ അതിൽ നടന്നു വരുന്ന ഒരു മനുഷ്യൻ അത് എടുത്ത് നോക്കുമ്പോൾ പ്രസവിച്ചൊരു കുട്ടിയാണ്. എന്താ കാര്യം? ഇതേപോലെ അവിഹിതമായി ബന്ധപ്പെട്ട് പിന്നെ ഗർഭിണിയായി ആരും അറിയാതെ കൊണ്ടിടക്കിയിരുന്നു. അങ്ങനെ ലോഡ്ജിൽ പ്രസവിച്ചതാണ്. ആ കുട്ടിനെടുത്ത് വിളിച്ചത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അത് ഒരു ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ ഹോസ്റ്റലിൽ, കോളേജിലത്തെ ഹോസ്റ്റലിൽ ബാത്റൂമിൽ കുട്ടി പോയിട്ട്, പെൺകുട്ടി പോയിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പൊ എല്ലാവരും പാടെ വാതിൽ ചവിട്ടി പൊളിച്ച് നോക്കുമ്പോൾ ആ കുട്ടി അവിടെ പ്രസവിച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് ആ കുട്ടിനെ കൊന്നിട്ടില്ല. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ. എത്ര നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനത്തെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ പ്രണയ കുരുക്കുകളിൽ പെട്ടുകഴിഞ്ഞാൽ, അതായത് അവിഹിതമായി ആണും പെണ്ണും ഒറ്റപ്പെട്ടാൽ, അത് വാട്സപ്പിലാകട്ടെ, ചാറ്റിങ്ങിലാകട്ടെ, അതല്ലെങ്കിൽ വേറെ റൂമിലാകട്ടെ, എവിടെയാകട്ടെ, എന്താ സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തി, ഒരാണും പെണ്ണും ഒറ്റക്കാവുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ കാന സാലിസുഹുമാ ശൈത്വാൻ, മൂന്നാമനായി അവിടെ ശൈത്താൻ ഉണ്ടായിട്ടല്ലാതെ അവർക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നെ അവരെ നയിക്കുന്നത്, രണ്ടുപേരെ നയിക്കുന്നത് ശൈത്താനായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ഈ കെണികളിൽ ഇന്ന് നമ്മുടെ പല പെൺകുട്ടികളും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിവാഹത്തിന്റെ സമയമായി കഴിഞ്ഞാൽ, ആ സമയമായി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അത് എവിടെയാണോ പോയി പെട്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് കല്യാണത്തിന് നിന്നു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ നമുക്ക് പറ്റാത്ത ബന്ധങ്ങളിൽ പോയി പെട്ടാൽ എന്ത് സംഭവിക്കും? അത് മറ്റൊരു മതസ്ഥനാണെന്നുണ്ടെങ്കിൽ ദീനന്നെ പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ദീനന്നെ നഷ്ടപ്പെടുകയാണ്. ഈ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് തിരിച്ചു മനസ്സിലാവും. പക്ഷെ മനസ്സിലാവുമ്പോഴേക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതും നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ആരും അറിയാത്ത കുറെ ചിന്താഗതികൾ ഇന്ന് നമ്മുടെ ഈ പുതിയ തലമുറയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ലിബറൽ ചിന്തകൾ. അത് നമ്മൾ മനസ്സിലാവില്ല. അതിന്റെ തിക്തഫലം മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ അടുത്ത് താനൂരിൽ നിന്നൊരു പെൺകുട്ടി, 2 പെൺകുട്ടികൾ ഒളിച്ചോടിപ്പോയി. അവരെ ബോംബെയിൽ നിന്നാണ് പിടിച്ചുകൊണ്ടെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുട്ടി നേരത്തെ കോയമ്പത്തൂർക്ക് വേറെ പോയിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ മനസ്സിലാകാതെ പിന്നെ ബോംബെക്ക് പോകുന്നത്. എങ്ങനെ ഈ പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ ഇതുവരെ യാത്ര ചെയ്ത് ശീലമില്ലാത്ത കുട്ടികൾ ഇറങ്ങിയാണ് പോകുന്നത്? അവിടെയാണ് ഇൻസ്റ്റാഗ്രാമും ഈ റീൽസും പിന്നെ ഇവരിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വ്ളോഗേഴ്സായി വന്നുകൊണ്ട് അവർക്കൊരു മായാ ലോകം അവർക്ക് കാണിച്ചു കൊടുക്കണം. 10 മിനിറ്റ് സമയം ഒരു കുട്ടിന്റെ കയ്യിൽ ഫോണ് കിട്ടിയാൽ 20ഉം 25ഉം റീലുകൾ കാണാൻ പറ്റും. കാരണം 30 സെക്കൻഡ് ഒരു റീൽ ഉണ്ടാകും. ആ 30 സെക്കൻഡിന്റെ റീലിൽ ഒരുപാട് ഇതുപോലുള്ള ആശയങ്ങൾ അടിച്ചു കയറ്റണം. അതിൽ പ്രധാനപ്പെട്ട ആശയമാണ് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് എന്റെ ശരീരം എന്റെ അവകാശമാണ്, അത് എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നുള്ളത്. അതേപോലെ തന്നെ വിവാഹത്തോടുള്ള വിമുഖത ഇന്ന് പെൺകുട്ടികളിൽ വർദ്ധിച്ചു വരുന്നത് എന്താ? വിവാഹത്തെ പറ്റിയുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിന് പകരം ഇവിടെയുള്ള മുതലാളിത്ത കാഴ്ചപ്പാടാണ് എന്ത് ചെയ്യുന്നത്? യൂറോപ്യൻ കാഴ്ചപ്പാടാണ് ഇന്ന് കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ,
ഭർത്താവിനെ വരച്ച വരിയിൽ നിർത്തണമെങ്കിൽ സ്വന്തം തൊഴിൽ വേണം, ജോലി വേണം എന്നതാണ്. ആ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്കും, അല്ലെങ്കിൽ ഞാൻ ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ വിവാഹ കാഴ്ചപ്പാടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? കുടുംബത്തിന്റെ വരുമാനവും അതിന്റെ ചെലവും നടത്തേണ്ടത് പുരുഷനാണ് എന്നാണ്. എന്നാൽ സ്ത്രീകൾക്ക് അധ്വാനിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അനാവശ്യമായി സ്ത്രീകളുടെ തലയിൽ കുടുംബത്തിന്റെ ഭാരം വെച്ച് കെട്ടുകയാണ്. അപ്പൊ കുട്ടികളെ നോക്കണം, ഈ ഭാരം വെച്ച് കെട്ടണം, അങ്ങനെ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വഞ്ചന ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കളെ പരിചരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മാറി വരുന്നു. ഇപ്പൊ നമ്മൾ അഭിമാനിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? ഇന്ന് വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷെ അത് മാറാൻ പോവാണ്. ഇപ്പൊ എന്താ കാഴ്ചപ്പാട് വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെയുള്ള വൃദ്ധസദനങ്ങളൊക്കെ ഇസ്ലാമികമായ വൃദ്ധസദനങ്ങളല്ല. നമുക്ക് ഇസ്ലാമികമായ വൃദ്ധസദനം ഉണ്ടാക്കാന്നുള്ളടത്തേക്കാണ് ഇപ്പൊ ചിന്തകൾ പോകുന്നത്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? മക്കൾക്ക് വാപ്പാരെ നോക്കാനാവൂല. അതിന് വേറെ രണ്ട് കാരണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ, കേരളത്തിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇവിടെ പഠിക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥകളുണ്ട്. ആ കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നു. പണ്ടൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വരികയും ഇപ്പൊ പഠിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ ജോലിയായി മാറുകയാണ്. UK യിലും ലണ്ടനിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും US ഒക്കെ ആയിട്ട് പോവുകയാണ്. അവിടെ പോയി പിന്നെ അവിടുത്തെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 1-2 കുട്ടികളാണ് വീട്ടിലുണ്ടാകുക, വാപ്പാനും ഉമ്മാനും നോക്കുന്ന കുട്ടികളുണ്ടാവുക. ഇതൊരു വലിയ പ്രതിസന്ധിയായി കേരളത്തിൽ വരാൻ പോവുക. അപ്പൊ ഇതിലും തന്നെ കാഴ്ചപ്പാട് എന്താ? ഇനി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു പൈസ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവസാന കാലത്ത് ഒരു ശാല ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കൂടാന്നുള്ളതാണ്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ശരിക്കും ഒരിക്കലും അതല്ലല്ലോ. അവനാന്റെ വാപ്പാനിമാനെ അവനാ നോക്കണം എന്നുള്ളതാണ്. എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. എന്നെ ആരാധിക്കണം, അള്ളാനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് കൂടെ പറഞ്ഞാൽ എന്താ? മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? നന്മ ചെയ്തു കൊടുക്കണം. വയസ്സായാൽ, അവരിൽ ആരെങ്കിലും ഒരാൾ വയസ്സായാൽ അവരോട് എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ല. കാരുണ്യത്തിന്റെ ചിറകുകൾ നീങ്ങൾ അവർക്ക് പിന്നെ താഴ്ത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ മതത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹിനോട്, എന്റെ മാതാപിതാക്കൾ വൃദ്ധരാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? യുദ്ധത്തിന് വരണോ അവരെടുത്തേക്ക് പോകണോ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ ജിഹാദ് വാപ്പാന്റെയും ഉമ്മാന്റെ അടുത്താണ്. അല്ലെങ്കിൽ യുദ്ധത്തിന് പോലും പോരണ്ട, അവിടെ പോയാൽ മതി, അത് ജിഹാദാണ്. അങ്ങനെ പഠിപ്പിച്ചൊരു തലമുറയാണ് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത് ചിന്തിക്കുന്നത്. അവസാനം ഒരു ICU കിടക്കുന്ന സമയത്ത് മകനെ വിളിച്ചു നോക്കിയാൽ അവരെവിടെയെങ്കിലും ആയിരിക്കും, എനിക്ക് ലീവ് കിട്ടൂല, വരൂല. ആ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തന്നാൽ ഞാൻ അതിന്റെ പൈസ വിടുന്ന് ബില്ല് ഞാൻ അടിച്ചോളാം, വരാൻ കഴിയൂല എന്ന് പറയുന്നിടത്തേക്കാണ് കാലങ്ങൾ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ആശയങ്ങൾ. അതുപോലെ നിഹിലിസം എന്ന് പറയുന്ന ആശയം. എന്താ നിഹിലിസം എന്ന് പറഞ്ഞാൽ? ജീവിതം ഒന്നുള്ളൂ, രണ്ടൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ഇതാണ് വേറൊരു കാഴ്ചപ്പാട് വരുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലുള്ള ഒരു നിലപാടാണ് എന്ത്? രാത്രി സമയം ആക്റ്റീവ് ആകുക, പകൽ സമയം കടന്നുറങ്ങുക എന്നുള്ളത്. അത് ഇന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ലൈഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 10 മണിക്ക് എല്ലാവരും ഉറങ്ങിയിരുന്ന കേരളം 10 മണിക്ക് പ്രായമുള്ളവരൊക്കെ ഉറങ്ങുകയും ഈ പുതിയ ജനറേഷൻ അങ്ങാടികളിലേക്ക്, തെരുവുകളിൽ തണ്ടാൻ പോവുകയും ചെയ്യുക. അതൊരു പുരോഗമനമാണ് എന്ന് വരുത്തുകയും അതിനെ എല്ലാ നഗരസഭകളും ബജറ്റിൽ കാശ് വകയിരുത്തുകയും ചെയ്യുന്ന കീഴ്മേൽ മറിയുന്ന യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നത് പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മളെ നാട്ടിലുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, വെറുതെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ അധ്വാനിക്കുക, അവരവരെ വഴിക്ക് പോയിക്കോളൂ, നമ്മൾക്ക് അവരെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നല്ലോണം ശ്രദ്ധിച്ചെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധ ബാധ്യതയാണ്. അതായത് കുടുംബം നോക്കുക എന്ന് പറഞ്ഞാല് അവർക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, വെള്ളം കൊടുക്കൽ മാത്രമല്ല, അസുഖം വന്നാൽ ചികിത്സിക്കല് മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കൽ മാത്രമല്ല. ഇതൊന്നുമല്ല കുടുംബം നോക്കുക എന്ന് പറഞ്ഞാൽ. ഇത് മാത്രമല്ല, ഇതൊക്കെ കുടുംബം നോക്കലാണ്. പക്ഷെ ഇത് മാത്രമല്ല, പ്രധാനമായി കുടുംബം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും അതിന്റെ കൂടെ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തെയും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൽപ്പനയാണ്, ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ആ നാറിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം. നരകെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം കൂടി പറഞ്ഞു. ആ നരകത്തിൽ കത്താനിരിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്നാണ്. നമ്മൾ സാധാരണ അടുപ്പുണ്ടാക്കാന്
പാറക്കല്ലോ അല്ലെങ്കിൽ വെട്ടുകല്ലോ ആണ് ഉപയോഗിക്കുക. എന്താ? കല്ല് കത്താത്തത് കൊണ്ടാണ് നമ്മൾ അടുപ്പിന് ആ കല്ല് ഉപയോഗിക്കാനുള്ള കാരണം അല്ലേ? എന്നാൽ നരകത്തിൽ ഈ കല്ല് കത്തുന്ന സുഹൃത്തുക്കളെ പറയുന്നത് ഇവിടെ ഉള്ള തീയിന്റെ 70 ഇരട്ടിയാണ് എന്ത് ചെയ്യുക? നരകാഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന് പരുക്കന്മാരായ മലക്കുകൾ കാവൽ നിൽക്കുകയും ചെയ്യുമെന്നാണ്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിച്ചത് അവർ ചെയ്യും. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യാൻ അതിനെതിരായിട്ട് അവരൊന്നും ചെയ്യൂല എന്നതാണ്. എന്റെ അള്ളാഹ് പറഞ്ഞു വെച്ചാൽ അതാണ് ചെയ്യും. അങ്ങനത്തെ പരുക്കന്മാരായ മലക്കുകൾ അവിടെ കാവൽക്കാരായുള്ള ഒരു നരകമുണ്ട്. ആ നരകത്തിൽ നിങ്ങളെ മക്കളെ കാത്തോളി, കുടുംബത്തെ കാത്തോളി എന്നാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. കുട്ടി ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടി കിട്ടിയിട്ട് നെറ്റി പൊട്ടിയിട്ട് ഓടി ഉമ്മാന്നും പറഞ്ഞ് അത് പൊത്തി പിടിച്ച് ഓടി വരുമ്പോ നമ്മളെല്ലാ പണി അവസാനിപ്പിച്ചിട്ട് ഷെഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യും? വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് ശരിയായിട്ട് എവിടെ കൊണ്ടുപോകുന്ന അവിടെ കൊണ്ടുപോകും അല്ലേ? എത്ര ബേജാറുണ്ടാവും നമുക്ക്. എന്താന്നുണ്ട് നമ്മൾ ഒരു +2 പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാതെ കിടക്കുമ്പോൾ ഒരു പ്രശ്നം നമുക്ക് തോന്നാത്തതുകൊണ്ടാണ്. ആ കുട്ടി ഒരു ലഹരിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം തോന്നാത്തതുകൊണ്ടാണ്. അവന്റെ ഇസ്ലാമികമായ ഒരു പെൺകുട്ടി അവൾ ഇസ്ലാമികമായ ഒരു ഡ്രസ്സ് ധരിക്കാതെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രശ്നം നമുക്ക് തോന്നാത്തതുകൊണ്ടാണ്. നമുക്ക് തന്നെ ഈ നരകത്തിലും സ്വർഗത്തിലും ഒരു വേണ്ടത്ര വിശ്വാസമില്ല എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ മരിച്ചു കഴിഞ്ഞ എന്റെ കുട്ടി ആ നരകത്ത് പോകുമെന്ന് വിചാരിച്ച ഒരു വാപ്പാക്ക് അടങ്ങിക്കാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഈ സ്വർഗവും നരകം സത്യമാണ്. അതിപ്പോഴും മരിച്ചാൽ കവർക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടെ നിന്നാണ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. കവറിലുള്ള ശിക്ഷയൊക്കെ റസൂലുള്ള ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ ഈ ഒരു നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണി കൂടി നമ്മൾ എടുക്കണം. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് കൊടുത്തൊരു ഉപദേശം. ആ ഉപദേശം നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് കൊടുക്കണം. അത് നമ്മൾ എത്രത്തോളം അതിന് ഗൗരവം കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു ധാന്യ കഷ്ണം, അത് ഫതകും ഫീ സുഹറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഏതെങ്കിലും പാറക്കെട്ടിനുള്ളിലാകട്ടെ നീ കൊണ്ടുപോയി വെച്ചാലും അള്ളാഹ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിശ്ചയമായും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു പടച്ച തമ്പുരാനെന്ന്. ഈ ബോധം ശരിക്കും ചിപ്പാണ്. നമ്മുടെ കുട്ടികളിൽ സേവ് ചെയ്യേണ്ട ഒരു ചിപ്പാണത്. ഇതാണ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി പഴക്കൂല. അപ്പൊ നമ്മുടെ നാട്ടിലൊരു നിയന്ത്രണം അച്ചടക്കം ഉണ്ടാകാം. അപ്പൊ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന സംഭവം എന്താ? ഈ CCTV ക്യാമറയില്ലേ, എവിടെയെങ്കിലും അത് വെച്ചാൽ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടാവും. കടയിലും അതുപോലെ തന്നെ പിന്നെ ട്രാഫിക്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ പരിമിതി ഉണ്ട്. പക്ഷെ പടച്ചോനൊരു പരിമിതി ഇല്ലല്ലോ. അള്ളാഹ് എല്ലായിടത്തും നമ്മളെ കാണും. ഇത് നമ്മളെ കുട്ടിക്കൊന്നും നിങ്ങൾ ശരിക്കും ബോധ്യപ്പെടുത്തി വെക്കും. ഒരു അള്ളാഹ് ഉണ്ടെന്നും പരലോകം ഉണ്ടെന്നും പടച്ചോണ്ടെന്നും മരണം ഉണ്ടെന്നും. ഈ ബോധത്തിന്റെ പേരാണ് ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. ഇതാണ് മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ ബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ അവൻ എഞ്ചിനീയർ ആക്കുന്നതിന്റെയും അതുപോലെ തന്നെ ഡോക്ടർ ആക്കുന്നതിന്റെയും ആ തിരക്കിൽ ഇതാണ് കൊടുക്കാൻ മറന്നുപോകാണ് ഇപ്പം ചെയ്യണത്. അപ്പൊ എന്താ സംഭവിക്കണത് അറിയാം? ദുനിയാവും ഉണ്ടാവില്ല, ആഹ്റവും ഉണ്ടാവില്ല. ഈ മക്കളെ കൊണ്ട് ആകെ ഗതി കെട്ടിട്ട് ഇവിടുന്ന് പോകുള്ളൂ. ഈ ബോധം ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് കൊടുക്കുക എന്നുള്ളത്. അത് 2 കാര്യം എനിക്കൊരു പറയാനുള്ളത്. ഒന്ന്, ചെറുപ്പത്തിൽ മദ്രസ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് മദ്രസ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയേ ചെയ്യരുത്. പണ്ടൊക്കെ 3 മണിക്കൂർ മദ്രസ ഉണ്ടായിരുന്നു. അത് പിന്നെ 2 ആയി 1 ആയി. 1 മണിക്കൂർ മദ്രസയ്ക്ക് കയറുമ്പോഴേക്ക് തന്നെ നഴ്സറിക്ക് പോകാനുള്ള വാൻ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും എന്തായി? തിരക്കായി. ആ നഴ്സറിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന ആ സമീപനം അല്ലല്ലോ മദ്രസയോട് പലർക്കും ഉള്ളത്. അവിടെ 1500 2000 ആ കുട്ടിക്ക് ഫീസ് കൊടുക്കുന്ന രക്ഷിതാവിനോട് ഇവിടെ 500 രൂപ ചോദിച്ചാൽ 500 രൂപയോ മദ്രസിനോ എന്ന് ചോദിക്കും. അതിന്റെ അർത്ഥം എന്താ പറയുക? ഇത് അത്ര അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അത്യാവശ്യം മറ്റേതാണ്. ശരിയാ, മറ്റേത് തന്നെയാണ്. അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇത് വേണം. ഇല്ലെങ്കിൽ ആ കുട്ടിനെ നമുക്ക് ദുനിയാവിൽ തന്നെ എന്ത് ചെയ്യൂല, ഉപകാരപ്പെടുകയില്ല എന്ന കാര്യം നമുക്ക് കൃത്യമായ ഓർമ്മ വേണം. പിന്നെ മദ്രസ കഴിഞ്ഞാൽ ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. അവര് 10ാം ക്ലാസ്സും ആ ഒരു പ്രായത്തിലും എത്തിക്കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ സിദ്ധാന്തങ്ങളില്ല. ഈ സിദ്ധാന്തം എനിക്ക് പറ്റിയതല്ല,
നിഹിലിസം എന്ന് പറയുന്നത് എനിക്ക് പറ്റിയതല്ല, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് പറ്റിയതല്ല. കാരണം എന്താ, എന്റെ ശരീരം എന്റേതല്ല, അള്ളാന്റെ. അള്ള പറയുന്നതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ബോധം എവിടെ കിട്ടേണ്ടത്? അത് ആ മദർസിന് കിട്ടിയത് മാത്രം മതിയാവൂല. അതിനാണ് തുടർ മതപഠനം കുട്ടികൾക്ക് വേണം. ഇപ്പൊ നമ്മളെ മഹല്ലിലാണെങ്കിൽ അവിടെ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അതുപോലുള്ള ക്ലാസ്സും കാര്യങ്ങളും ഇടക്കിടക്ക് സംഘടിപ്പിക്കും. പക്ഷെ നമ്മൾ എത്ര മക്കളേക്ക് വരാറുണ്ട്, നമ്മൾ എത്ര പെൺകുട്ടികളിൽ വരാറുണ്ട്, നമ്മളെ ഇത്തരത്തിലുള്ള പോകാൻ പറയലുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആഴ്ചയിൽ ക്ലാസ്സുകൾ നടക്കുന്ന ആ ക്ലാസ്സുകളിൽ ആ കുട്ടികൾ വന്നു പോകുന്നുണ്ടോ, നമ്മൾ വന്നു പോകുന്നുണ്ടോ? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇവർക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളെ രക്ഷിതാക്കൾക്ക് നന്നാക്കുന്നൊരു പരിമിതി ഉണ്ട്. അവരാരുടെ കൂടെയാണോ നടക്കുന്നത് അവരുടെ സ്വഭാവമാണ് അവർക്ക് ഉണ്ടാകുക. അപ്പൊ ഇവർ നടക്കേണ്ടത് ആരുടെ കൂടെ എന്ന് വെച്ചാൽ ഈ ധർമ്മബോധമുള്ള കുട്ടികളുടെ കൂടെ ഈ കുട്ടികൾ നടക്കണം. റസൂലുള്ളാഹി പറഞ്ഞു നോക്കി, അർ-റജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് അവൻ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ നോക്കണം എന്നാണ്. നമ്മുടെ മക്കളുടെ രാത്രി കളിക്കാൻ പോവുകയാണ്, ആരുടെ കൂടെയാണ് കുട്ടി കളിക്കാൻ പോണത്, ആരുടെ കൂടെയാണ് പോകുന്നത് വരുന്നത്, ആരാണ് ഇവന്റെ കമ്പനി, ഇതറിയണം രക്ഷിതാക്കൾ. അപ്പൊ നല്ല കുട്ടികളുടെ കൂടെ സഹവർത്തിക്കണം, ഇതും വളരെ പ്രധാനമാണ്. നല്ല കൂട്ടുകെട്ടിന്റെ കൂടെ കുട്ടികൾ ഉറച്ചു നിൽക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഒരു വിധി എന്നല്ലാതെ എന്താ നമ്മളെ പറ്റി പറയാം. ചോര നീരാക്കി രാവും പകലും പണിയെടുക്കുക, ഗൾഫിൽ പോയി അധ്വാനിക്കുക ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ മക്കൾ തോന്നിയ പോലെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? അതുകൊണ്ട് ഈ കാര്യം ഉറപ്പിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ധാർമ്മിക ബോധം ഒരു നിലക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മിനികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അവരുടേതായ ഭാഷയിൽ അവർക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെന്താണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പല രക്ഷിതാക്കൾക്കും അറിയില്ല. അത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവരെ നമുക്ക് മാറ്റിയെടുക്കാനും ഒരുപാട് പരിമിതികൾ. അവരുടെ ഭാഷ മാറിയിട്ടുണ്ട്, പ്രയോഗങ്ങൾ മാറിയിട്ടുണ്ട്, അവരുടെ സംസാരങ്ങൾ മാറിയിട്ടുണ്ട്. പല വാക്കുകളുടെ അർത്ഥം പോലും ഇന്ന് പഴയ തലമുറക്ക് അറിയില്ല. എന്നാൽ അതൊക്കെ മനസ്സിലാക്കി പിന്നെ അവരെ നന്നാക്കി എടുക്കുക എന്നതിന് നമ്മൾ വർദ്ധിച്ച പ്രാധാന്യം കൊടുക്കണം. അപ്പൊ നമുക്കുള്ള പരിമിതി മറികടക്കാൻ അതിന് വരുന്ന നമ്മുടെ മുമ്പിൽ വരുന്ന കുറെ അവസരങ്ങളുണ്ട്. ആ അവസരം ബോധപൂർവ്വം ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ആ കുട്ടികളെ വിളിച്ച് അവരുടേതായ ഭാഷയിൽ ആ കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനുള്ള അവസരം നമുക്കറിയാം ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പള്ളിയിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഈ വരുന്ന 11-ാം തീയതി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണയിൽ മുഴുവൻ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ PGക്ക് വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന ഈ ലഹരി, അതിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകൾ, ഗെയിമിന് അടിമപ്പെടുന്ന പ്രശ്നങ്ങൾ, പ്രണയക്കുരുക്കുകൾ അടിമപ്പെടുന്ന പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഈ കുട്ടികൾ അതിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്ന് അവരുടേതായ ഭാഷയിൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് പണ്ഡിതന്മാരും സാമൂഹിക വിചക്ഷണന്മാരും ഒക്കെ അവതരിപ്പിക്കുന്ന വളരെ ഹൃദ്യമായൊരു പ്രോഗ്രാമാണ് അന്ന് 4 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ പെരിന്തൽമണ്ണ നമ്മൾ അൽഷിഫിന്റെ തൊട്ട് മുമ്പിലാണ് അതിന്റെ സ്ഥലം നടക്കുന്നത്. അതിപ്പോ ഈ അടുത്ത ദിവസം ഈ 6-ാം തീയതി മുതൽ അവിടെ പ്രത്യേക എക്സ്പോ ഉണ്ട്, കുടുംബസമേതം പോയി കാണാനും പറ്റും. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ കുട്ടികളെ പലയിടത്തേക്കും നമ്മൾ ടൂർ കൊണ്ടുപോകുന്നുണ്ട്, അവർ പറയുന്നിടത്തൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മളിപ്പോ ഇവിടുന്ന് വാഹനങ്ങൾ പോകുന്നുണ്ട്, നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ കുട്ടികൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാ കുട്ടികളും അതിൽ പോകാം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത്. പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ ചില രക്ഷിതാക്കൾ കൈമാറത്ത് എനിക്ക് പോകാൻ പറയാനല്ലേ പറ്റുള്ളൂ, ഓനൊരു താല്പര്യം വേണ്ടേ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന നല്ല ലോകം അതൊരു വെർച്വൽ വേൾഡാണ്, അതല്ല ലോകം, അതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി ആസ്വദിക്കും. ഇവിടെ എല്ലാ കാലമൊന്നും ഉണ്ടാവില്ല, മരിക്കന്നെ ചെയ്യും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിലാണ് പിന്നെ പൂർണ്ണമായ പ്രതിഫലം അവിടെ വെച്ചേ നൽകുള്ളൂ. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. പരീക്ഷയിൽ വലിയ മാർക്ക് കിട്ടി എന്നത് വിജയമാണ്, ശാശ്വത വിജയം അതല്ല. ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം കിട്ടി എന്നത് വിജയമാണ്, പക്ഷെ യഥാർത്ഥ വിജയം അതല്ല. വലിയ ബിസിനസ്സിൽ വലിയ ലാഭം കിട്ടി എന്നതൊരു വിജയമാണ്, പക്ഷെ യഥാർത്ഥ വിജയം അതല്ല. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുക, ആ ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എത്ര കുട്ടികളുണ്ട് ഭയങ്കര, അപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾ അവൻ എക്സാമാണ്, അവന് അന്ന് സ്റ്റഡി ലീവാണ്, ശരിയായിരിക്കാം. പക്ഷെ ഈ എക്സാമിന് സ്റ്റഡി ലീവ് ഒക്കെ പറഞ്ഞിട്ടും അവന് ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലെ കല്യാണം നമ്മൾ മുടക്കാറുണ്ടോ? സൽക്കാരം മുടക്കാറുണ്ടോ? ഇല്ലാന്ന് മാത്രമല്ല, ഒരു കല്യാണത്തിന് 3 ദിവസമോ 4 ദിവസം അതിന്റെ പിന്നാലെ പോകാൻ പൈസയും കൊടുത്ത് പറഞ്ഞയക്കാൻ ആർക്കും പ്രയാസമില്ല. ടൂറിന് പറഞ്ഞയക്കാൻ പ്രയാസമില്ല. നാട്ടിലുള്ള വേറെ എന്തെങ്കിലും പരിപാടി ഇങ്ങനെ പ്രയാസമില്ല. ഓൺലൈനിൽ എത്ര നേരാണ് ഈ കുട്ടികൾ കളയണത് നിങ്ങൾ മനസ്സിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ 100 തിരക്ക് നമ്മൾ പറഞ്ഞാൽ അവസാനം അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പഴയ കാലമല്ല, നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനം നമ്മുടെ മക്കൾക്ക് ഈ ലോകത്തും പരലോകത്തും ഉപയോഗപ്പെടണമെങ്കിൽ അവർക്ക് ദീന് കൊടുത്തേ പറ്റൂ. ദീനുള്ള ഒരു ലോകം ഇവിടെ ഉണ്ട് എന്നവർക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ കാണുന്ന ലോകം DJ പാർട്ടിയുടെ ലോകമാണ്, നൈറ്റ് ലൈഫിന്റെ ലോകമാണ്, അടിപൊളിയുടെ ലോകമാണ്. അവരെ വിചാരം ഇങ്ങനെയാണ് എല്ലാവരും. അങ്ങനെയല്ല, മാനമര്യാദക്ക് നിസ്കരിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളത്, അങ്ങനത്തെ 10,000-കണക്കിന് കുട്ടികളുണ്ട് എന്ന് അവർ കാണണം. അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുക, അപ്പോഴാണ് അവരുടെ കൂടെ നിൽക്കുക. അപ്പൊ അതിനുകൂടെ പറ്റുന്ന സന്ദർഭങ്ങളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. കാരണം അപ്പോഴാണ് നമ്മളെ ബാധ്യത നിർവഹിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ പരലോകത്തെ കുട്ടികൾ നമ്മുടെ നെഞ്ചിന്റെ നേരെ ചൂണ്ടും, എന്റെ വാപ്പ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് നമ്മുടെ മക്കളെ നമ്മളതാക്കി മാറ്റാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.